പെൺപിള്ളേരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ അവിടെ വന്നിട്ട് പലതും പറയും. അപ്പം ഞാൻ ഓർത്ത് ഞാനും വന്ന് അതേപോലെ ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഈ ഹനുമാൻ സ്തുതിയൊക്കെ ചൊല്ലുന്നതും. എന്നിട്ട് എൻ്റെ പ്രസംഗത്തിൽ പെൺപിള്ളേരെ ആകർഷിക്കാൻ പറ്റുമോ? ചുമ്മാ തമാശ എന്നുവെച്ചാൽ അപ്പോൾ എല്ലാവരും നിരീക്ഷകരാണ്, എല്ലാവരും കാലാവസ്ഥാ നിരീക്ഷകരാണ്, എല്ലാവരും പക്ഷി നിരീക്ഷകരാണ്, എല്ലാവരും രാഷ്ട്രീയ നിരീക്ഷകരാണ്. ഞാനും അതാണ്. അത്ര ശരിക്കും ശ്രീജിത്തിന്റെ രാഷ്ട്രീയം എന്താ? എനിക്ക് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പഠിക്കുന്ന കാലത്തോ ക്യാമ്പസ് പൊളിറ്റിക്സിലോ എൻ്റെ ഫാമിലിയിലോ എവിടെയെങ്കിലും ഉണ്ടെന്ന് നിങ്ങളൊന്ന് പ്രൂവ് ചെയ്താൽ, നിങ്ങളുടെ അലഗേഷൻ അതാണല്ലോ, അത് പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ സ്റ്റോപ്പ് കമ്മിങ്. പക്ഷെ പഠിക്കുന്ന കാലത്തും ഒരു തവണ മത്സരിച്ചു, അത് സ്വതന്ത്രനായിട്ട് എൻ്റെ വോട്ട് പോലും ഞാൻ വല്ലവർക്കും കൊടുത്തതാണ്. ഹനുമാൻ ചാലിസ പരിപാടിക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കാം അതൊക്കെ. ആൾക്കാർ വളരെ ക്യൂരിയസ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വന്നത് മനോജവം എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടുന്നത്. അപ്പൊ ഇത് ചിരിയാണ്, അതിനകത്തിൽ വേറെ ഇംപ്രഷൻ അല്ലല്ലോ, ചിരിയാണ്. എന്നിട്ട് ആ പ്രസംഗത്തിൽ പോലും പറയുന്നത് എന്താ, ദയവ് ചെയ്ത് നിങ്ങൾ ആരും എനിക്ക് വോട്ട് ചെയ്യരുത്, കാരണം ഈ ദേഹത്ത് കൈയും കാലും ഒക്കെ ഉണ്ടായിട്ട് തന്നെ അത് വൃത്തികേടാണ്. അപ്പോൾ ഇതില്ലെങ്കിലും എങ്ങാനും ഒരു വോട്ടെങ്ങാനും എനിക്ക് കിട്ടി, അതിൻ്റെ പേരിൽ ഇവിടെ ആരെങ്കിലും തോറ്റു കഴിഞ്ഞാൽ ഇവന്മാർ വീട്ടിൽ കയറി എന്നെ തല്ലും. എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റുകളിലൊന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. കൺവിക്ഷൻ ഇല്ലാത്ത ഒരു പ്രൈം മിനിസ്റ്റർ ഈസ് നോട്ട് ഫിറ്റ് ടു കണ്ടിന്യൂ ആസ് എ പ്രൈം മിനിസ്റ്റർ എന്ന് TV ചർച്ചയിൽ പറഞ്ഞാളാണ്. സോ ഹി ഷുഡ് റിസൈൻ എന്ന് ഞാൻ പറഞ്ഞാളാണ്. രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരാണ് ഇന്ന് മലയാളം ഡയലോഗ്സിലുള്ളത്. നമസ്കാരം. തെരഞ്ഞെടുപ്പ് ചൂടാണ്, എന്താണ് സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാമോ? ഇല്ല, താല്പര്യമില്ല, പ്രതീക്ഷിക്കണ്ട. ഇല്ല, പക്ഷെ ഇങ്ങനെ കേൾക്കുന്നു BJPയുടെ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ട്. ഇല്ല, അങ്ങനെ വാർത്തകളൊക്കെ വന്നു. പക്ഷേ ഞാൻ നഗശികാന്ത് എതിർക്കുന്നു. അല്ല, എതിർക്കുന്നതല്ല, ആൾക്കാർ ചോദിക്കും രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്നത് മോശമായ കാര്യമായതോ എന്നുള്ള രീതിയിലല്ല. പക്ഷെ എന്തോ ഇലക്ട്രൽ പൊളിറ്റിക്സിനോട് നിലവിൽ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനത്തെ റോളിലൊന്നും കാണില്ല. ഈ ചാനൽ ചർച്ചയൊക്കെ കേട്ടപ്പോഴേ ഞാൻ ഇപ്പം നമ്മളിങ്ങനെ റീസെന്റ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചിരിച്ചു പോയൊരു സംഭവമുണ്ട്. AM ഷംസീർ ഉൾപ്പെടെ ഉള്ള ഒരു വാഗ്വാദം താങ്കളെ വല്ലാതെ വിമർശിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകനാണോ അതോ കാലാവസ്ഥാ നിരീക്ഷകനാണോ പക്ഷി നിരീക്ഷകനാണോ? എന്താണ് ശരിക്കും ശ്രീജിത്ത് പണിക്കർ? അല്ല, ബേസിക്കലി നിരീക്ഷകൻ എന്ന് പറയുമ്പോൾ മലയാളികൾ എല്ലാവരും നിരീക്ഷകരാണ്. പ്രത്യേകിച്ച് നമ്മുടെ പൊളിറ്റിക്സ് വളരെ ഡൈനമിക്കാണ്, വളരെ വോളറ്റൈൽ പൊളിറ്റിക്സാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും ഒരു പൊളിറ്റിക്കൽ ഒപ്പീനിയൻ ഉണ്ട്. പക്ഷേ ആ ഒപ്പീനിയൻ പൊളിറ്റിക്സിൽ മാത്രമല്ല, നമുക്ക് എല്ലാ കാര്യത്തിലും ഒപ്പീനിയൻ ഉണ്ട്. ഒരു സിനിമ വരുന്ന സമയത്ത് ആ സിനിമ വരണോ വേണ്ടയോ എന്നതിൽ ചർച്ചയുണ്ട്. നല്ല സിനിമയാണോ അല്ലയോ, എത്ര കണ്ട് വിമർശിക്കാം, എത്ര കണ്ട് അതിനെ നമുക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതാം, ആ കാര്യത്തിൽ നമുക്ക് അഭിപ്രായമുണ്ട്. ഇന്നിപ്പോൾ മഴ പെയ്യോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും അഭിപ്രായമുണ്ട്, അല്ലേ? നമ്മുടെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന സുഹൃത്തുക്കൾക്കും അഭിപ്രായമുണ്ട്, പുറത്തിറങ്ങിയ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അഭിപ്രായമുണ്ട്. ഏത് വിഷയത്തിനെ പറ്റി, ഇപ്പം വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൽ ഇന്ത്യയുടെ സാധ്യതകൾ ഇനി എങ്ങനെയാണ്, ഒരു കളി ഇപ്പോൾ തോറ്റപ്പോൾ എല്ലാവർക്കും ഒപ്പീനിയൻ ഉണ്ട്, ജയിക്കുമോ തോക്കുമോ. അല്ലാതെ ഒപ്പീനിയൻ ഇല്ലാത്ത മനുഷ്യരില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാവർക്കും ഒപ്പീനിയൻ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ മാത്രമല്ല, എല്ലാവരും നിരീക്ഷിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ നിരീക്ഷിക്കുന്ന കാര്യത്തിനെ ചിലപ്പോൾ ഒരു ഇത്തിരി അടുക്കൻ ചിട്ടയോടുകൂടി അതിനെ ചിലപ്പോൾ ഒരു 2-3 മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു 4 മിനിറ്റിൽ ഒരു കൺസൈസായിട്ട് അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു വ്യത്യാസം, അത്രയേ ഉള്ളൂ. അതൊരു പക്ഷേ ആ രീതിയിലത്തേക്ക് നമ്മൾ സ്വയം ട്രെയിൻഡ് ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും നിരീക്ഷകരാണ്, എല്ലാവരും കാലാവസ്ഥാ നിരീക്ഷകരാണ്, എല്ലാവരും പക്ഷി നിരീക്ഷകരാണ്, എല്ലാവരും രാഷ്ട്രീയ നിരീക്ഷകരാണ്, ഞാനും അതാണ്, അത്രേ ഉള്ളൂ. നമ്മൾ കാണുന്ന ശ്രീജിത്ത് പണിക്കർ ഇപ്പം കുറച്ചു കാലമായി ചാനൽ ചർച്ചകളിലൂടെയാണ് കുറേയും കൂടി ശ്രദ്ധേയമായി നമ്മൾ മുന്നിലേക്ക് വരുന്നത്. എങ്ങനെയായിരുന്നു ഈ ഒരു എൻട്രി? എങ്ങനെയൊക്കെയാണ് ഈ ചാനൽ ചർച്ചകളിലേക്കൊക്കെ ഇങ്ങനെ വന്നത്? ചാനൽ ചർച്ചയിൽ വന്നത് വളരെ യാദൃശ്ചികമാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബാങ്ക് ടെസ്റ്റ് എഴുതി, എനിക്ക് ബാങ്ക് ടെസ്റ്റ് കിട്ടി, പക്ഷെ ജോയിൻ ചെയ്തിരുന്നില്ല. അപ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് പിന്നീട് IT വന്നു. പക്ഷെ ആ സമയത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു 4 സുഹൃത്തുക്കളും കൂടി ചേർന്നിട്ടൊരു റിസർച്ച് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണത്തിൻ്റെ തിരോധാനത്തിൻ്റെ ഡീറ്റെയിൽസ് അത് പുറത്തു കൊണ്ടുവരിക എന്ന രീതിയിലേക്ക്. മരിച്ചു എന്നതാണ് ഒഫീഷ്യൽ വേർഷൻ, തിരോധാനം എന്നാണ് കൂടുതലും ചരിത്രകാരന്മാർ പറയുക. മലയാളികളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു മിസ്റ്ററിയാണ്. മലയാളികൾക്ക് വലിയ അറ്റാച്ച്മെൻ്റ് ആണ് സുഭാഷ് ചന്ദ്രബോസ്. ഒത്തിരി ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് INA പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മിസ്റ്ററി റിസോൾവ് ചെയ്യണം എന്നുള്ളൊരു താല്പര്യത്തിൽ ഞാനും എൻ്റെ ഒരു 4 സുഹൃത്തുക്കളും കൂടി ചേർന്നിട്ട് മിഷൻ നേതാജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിസർച്ച് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യും. റിസർച്ച് ഗ്രൂപ്പ് എന്ന് വിളിക്കണോ, പ്രഷർ ഗ്രൂപ്പ് എന്ന് വിളിക്കണോ ഒന്നും അറിയില്ല. അക്കാഡമിക്കലായിട്ടുള്ള റിസർച്ച് ഗ്രൂപ്പാണോ? അത് ബേസിക്കലി അതിനൊരു ക്ലോഷർ കൊണ്ടുവരണം, അല്ല നമുക്കൊരു ഡോക്ടറേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല, അങ്ങനെ ഒരു റിസർച്ച് പേപ്പർ എവിടെയെങ്കിലും സബ്മിറ്റ് ചെയ്യാനല്ല. ബേസിക്കലി
നമ്മൾ അതിനെപ്പറ്റി ഫാക്ട് ഫൈൻഡിങ് ആണ് അങ്ങനത്തെ ഒരു മിഷൻ. എന്നിട്ട് ആ ഡീറ്റെയിൽസ് നമ്മൾ ഗവൺമെൻറ്റിന് കൊടുക്കുന്നു, ഗവൺമെൻറ്റിനെ പ്രഷർ ഇടുന്നു, ലോബി ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുന്നു, പിന്നീടൊപ്പം പൊളിറ്റിക്കലായിട്ട് വലിയ ചർച്ചകൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, ന്യൂസ് ആക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, പിന്നെ കോർട്ട് കേസ് വേണമെങ്കിൽ അങ്ങനെ. അറൗണ്ട് ആ സമയത്താണ് RTI ഒക്കെ വരുന്നത്. അപ്പോൾ 2005-06 പീരീഡിലെ കാര്യമാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഞങ്ങളൊരു RTI ക്രൂസൈഡ് എന്നും പറഞ്ഞിട്ട് കുറേ കാലം, വളരെ ദീർഘകാലം ഈ RTI വന്ന സമയത്ത് അതിനെ കാര്യമായിട്ട് പ്രയോജനപ്പെടുത്തിയതാണ്. ഞങ്ങളുടെ പല റിക്വസ്റ്റുകളും CIC എന്ന് പറയുന്ന RTIയുടെ ടോപ്പ് മോസ്റ്റ് ബോഡിയിൽ നിന്ന് ഞങ്ങൾക്ക് ഫേവറബിളായിട്ട് വരികയും സെൻട്രൽ ഗവൺമെൻറ് അതിനെ ഒപ്പോസ് ചെയ്യുകയും അങ്ങനെ ഫൈനലി അവർ കുറേ ഇൻഫർമേഷൻ പുറത്തു വിടാനായിട്ട് ഫോഴ്സ്ഡ് ആകുകയൊക്കെ ചെയ്തു 2012-14 പീരീഡിലൊക്കെ. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യ ടുഡേയുടെ ഒപ്പീനിയൻ പോർട്ടലുണ്ട്, ഡെയിലിയോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ ഒരിക്കലും എൻ്റെ അടുത്ത് ആ ഒരു ഫൈൻഡിങ്ങിനെ പറ്റി, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും ഒരു പീസ് എഴുതി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് എഴുതി കൊടുത്തു. അപ്പോൾ അതിനുശേഷം ഒരു പീസും കൂടെ തരാമോ എന്ന് എൻ്റെ ചോദിച്ചു. അങ്ങനെ ഒരെണ്ണം കൂടി എഴുതി കൊടുത്തു. എനിക്കൊന്ന് 50 to 60 ആർട്ടിക്കിൾസ് അവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിലൊരു ദിവസം 2015 എൻ്റെ ഓർമ്മ, ഞാനിങ്ങനെ ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വേണോ വേണ്ടയോ ആ ചർച്ച നടക്കുകയാണ്. കാരണം അന്നാണ് ഈ യാക്കൂബ് മേമൻ്റെ ഹാങ്ങിങ്ങുമായി ബന്ധപ്പെട്ട് അസാധാരണമായിട്ട് സുപ്രീം കോടതി രാത്രി 12 മണിക്ക് ഓപ്പൺ ആവുന്നു. 2 മണിയാകുമ്പോഴത്തേക്ക് ആ പ്രൊസീഡിങ് വൈൻഡപ്പ് ചെയ്യുന്നു, വധശിക്ഷ ശരിവെക്കുന്നു. വെളുപ്പിന് 5 മണിക്ക് എന്തോ പുള്ളി ഹാങ്ങിങ് ആണ്. അപ്പോൾ ആ തലേന്ന് രാവിലെയാണ് ഞാൻ ഈ ആർട്ടിക്കിൾ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വേണം ഫോർ സോ ആൻഡ് സോ റീസൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ടൈംസ് നൗവിലാണ് അർണബ് ഗോസ്വാമി. അർണബ് ഇത് വായിച്ചു. അപ്പോൾ ഹി ഗോട്ട് ഇൻട്രസ്റ്റഡ്. എന്നിട്ട് ഹി റീച്ച്ഡ് ഔട്ട് സെയിങ് ദാറ്റ് ഇന്ന് രാത്രി നമ്മൾ ഇതാണ് ടോപ്പിക്ക് ചർച്ച ചെയ്യുന്നത്. മഹാത്മാഗാന്ധിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ തുഷാർ ഗാന്ധി ഉണ്ട്, സുപ്രീം കോർട്ടിലെ അഡ്വക്കേറ്റ്സ് ഉണ്ട്. സോ നിങ്ങൾ ഈ ഒരു വ്യൂ അവിടെ വന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ബാക്കി മിക്കവാറും എല്ലാവരും ലോ എക്സ്പേർട്സ് ആണ്. അപ്പം വുഡ് യു ബി കംഫർട്ടബിൾ ടു കം? ഞാൻ പറഞ്ഞു വൈ നോട്ട്, വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചർച്ചയിൽ വന്നു. അതാണ് എൻ്റെ ഫസ്റ്റ് ഡിബേറ്റ്. അർണബിൻ്റെ കളരിയിലാണ് അംഗം കുറിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിബേറ്റ് കഴിഞ്ഞ് അതിനുശേഷം പിന്നെയും പ്രൈം മിനിസ്റ്റർ 2015 ഒക്ടോബറിൽ എന്നെയും എൻ്റെ ഈ 4 സുഹൃത്തുക്കളെയും ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ആൻഡ് ഒരു 2 മണിക്കൂർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ബോസുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഫയൽസ് എല്ലാം തന്നെ പബ്ലിക് ആക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് വീണ്ടും ഇതേപോലെ ഡിബേറ്റ്സ് വന്നു. അപ്പോൾ വൺസ് ഇങ്ങനെ ഒരു മലയാളി നാഷണൽ മീഡിയയിൽ വന്നു എന്ന് കാണുമ്പോഴത്തേക്ക് നാച്ചുറലി നമ്മുടെ നാട്ടിലെ മീഡിയകളും നോക്കുമല്ലോ. അപ്പോൾ അതിനുശേഷം ദേ റീച്ച്ഡ് ഔട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് TV ഡിബേറ്റ് വരുന്നത് അതേ വർഷമോ മേ ബി അതിൻ്റെ തൊട്ടടുത്ത വർഷം ആദ്യമോ മാതൃഭൂമിയിലാണ്. മാതൃഭൂമി ന്യൂസിൽ വരുന്നു, പിന്നെ കൈരളി വരുന്നു, പിന്നെ അങ്ങനെ റെഗുലറായി വന്നത്. അപ്പോൾ വേണമെന്ന് വിചാരിച്ചിട്ട് വന്നതല്ല, അന്ന് ആർട്ടിക്കിൾ എഴുതിയതിൻ്റെ ഭാഗമായിട്ട് വന്നു. ഇപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞു. അതെ, ഒരു ജോലിയുടെ ഭാഗം പോലെ മാനേജ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം രാത്രി സമയത്താണ്. ഒന്നെനിക്ക് കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല, എനിക്ക് ഇന്ന സമയത്തിനകം തീർത്ത് പരീക്ഷ എഴുതി മാർക്ക് മേടിക്കാനൊന്നും അല്ല. അപ്പോൾ അങ്ങനെയുള്ള താല്പര്യം ഉള്ളതുകൊണ്ട് അതിനോടൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ബോസ് റിസർച്ച് എന്ന് പറയുന്നത് പേഴ്സണൽ ഇൻട്രസ്റ്റാണ്, ചർച്ചകളിൽ വരുന്നത് പേഴ്സണൽ ഇൻട്രസ്റ്റാണ്, വായിക്കുന്നത് പേഴ്സണൽ ഇൻട്രസ്റ്റാണ്, ലോ പഠിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പേഴ്സണൽ ഇൻട്രസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വഴിക്ക് വിടും. അപ്പോൾ എനിക്കുള്ള ഒരു ഗുണം, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പഠിച്ചത് ഫിസിക്സാണ്. ഇപ്പം ഫിസിക്സിൽ ഇപ്പം ഞാൻ ഓംസ് ലോ തന്നെ ഓർക്കുന്നുണ്ടോ എന്നതിൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് ആലോചിക്കാതെ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പഠിച്ചതിൻ്റെ ചില ഗുണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളിന് അനലിറ്റിക്കൽ സ്കിൽ എന്ന് പറയുന്നത് നാച്ചുറലി അയാൾ പഠിക്കുന്ന സമയത്ത് ലാബിൽ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് വരേണ്ടതാണ്. ഇത് കേവലം അവിടെ നിൽക്കുന്ന ഒരു കാര്യമല്ലല്ലോ. നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മൾ ലോജിക്കിനെ റീസണിങ്ങിനെ ഒക്കെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കും. അതൊരു ട്രെയിനിങ് ആണ്. അപ്പോൾ പഠിച്ചതിനെ ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിങ്, അത് എന്തോ അങ്ങനെ അന്ന് എഴുതി അതിൻ്റെ ഒരു സ്പിരിറ്റിൽ എന്ന് കിട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ IT അതിൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടറാണ്. അപ്പോൾ അതും ഇതും ഒക്കെ തമ്മിൽ കമ്പാർട്ട്മെൻ്റലൈസ്ഡ് ആണ്, വേറെ വേറെ കാര്യങ്ങളാണ്. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ 24 മണിക്കൂറുണ്ടെങ്കിൽ 24 മണിക്കൂറും ഞാൻ IT പ്രൊഫഷണലല്ല, 24 മണിക്കൂറും ഞാൻ രാഷ്ട്രീയ നിരീക്ഷകനല്ല, 24 മണിക്കൂറും ഞാൻ ലോ വായിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ഓരോന്നിനും ഇങ്ങനെ പല പല സമയമുള്ളത് കൊണ്ട് ഒന്നും മൊണോട്ടണസ് അല്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും. എനിക്ക് ഇപ്പോൾ ഇൻസ്റ്റൻ്റ്ലി സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എൻ്റെ വർക്കിലേക്ക് പോകാൻ പറ്റും. അവിടെ നിന്ന് ഇൻസ്റ്റൻ്റ്ലി സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എനിക്ക് ഡിബേറ്റിലേക്ക് വരാൻ പറ്റും. ഇപ്പം ഞാൻ 7 മണിക്ക് ഇപ്പോൾ ഒരു ഡിബേറ്റ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ മോസ്റ്റ് ലൈക്ലി ഒരു 6:58 വരെയും ഏതെങ്കിലും കോൾസ് വർക്ക് റിലേറ്റഡ് ഒക്കെ കാണും. അത് കഴിഞ്ഞിട്ട് വിതിൻ 2 മിനിറ്റ്സ് ആണ് നമ്മൾ ഈ സ്വിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാം ഓൺലൈൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയ എളുപ്പമാണ്. അപ്പോൾ ഉള്ളൊരു ഗുണം അതാണ്. ഈ മൊണോട്ടണസ് അല്ല, ഒറ്റ കാര്യം മാത്രമല്ല ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു കംഫർട്ട് ഉണ്ട്. ഇടയ്ക്ക് എപ്പോഴാണ് ഇതിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ നടത്തുന്നത്? പ്രിപ്പറേഷൻ ആക്ച്വലി ഓൺ ഗോയിങ്. കാരണം നമ്മൾ ഈ ചാനൽ ചർച്ചകൾ എന്ന് പറയുന്നതൊക്കെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ എടുത്തിട്ട് ചെയ്യുന്നതല്ലല്ലോ. നമ്മുടെ കണ്ടംപററി ഹാപ്പനിങ് ഇഷ്യൂസ് അല്ലേ.
ഇപ്പം ഇന്ന് വൈകുന്നേരം എന്തായിരിക്കും വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ആ വിഷയം തീരുമാനിക്കാനുള്ള സമയമുണ്ട്. നോർമലി ചാനൽസ് എല്ലാം വൈകുന്നേരം ഒക്കെയാണ് ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ഈ ഡെവലപ്പിംഗ് ഇഷ്യൂസ് സ്റ്റോറീസ് ഒത്തിരി ഉള്ളപ്പോൾ നമ്മൾ ഈ കാര്യത്തിനെ പറ്റി എല്ലാം ഈവൻ അതർവൈസ് നമുക്കൊരു 5 മിനിറ്റ് കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ നെറ്റിൽ നോക്കും, എന്താണെന്നൊരു ന്യൂസ് പോർട്ടൽ എടുത്തിട്ട് നോക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം വളരെ ക്യൂരിയസ്, ഓക്കെ ദിസ് മൈറ്റ് ബി ദ നെക്സ്റ്റ് തിങ് എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ബാക്ക് സ്റ്റോറി എന്താണെന്ന് പഠിക്കാനും എടുക്കാനും ഒക്കെ നോക്കുക. അതൊരു ഇൻട്രസ്റ്റിംഗ് പ്രോസസ്സാണ്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു ഡിബേറ്റിന് ചിലപ്പോൾ 1.5 മണിക്കൂർ മുമ്പായിരിക്കും ചിലപ്പോൾ വിളിക്കുക. അപ്പോൾ അന്നേരം ആ സമയത്ത് ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സാഹചര്യമൊന്നുമില്ല. നമ്മളൊരു പക്ഷേ ഇന്നിപ്പോൾ ഈ ഒരു 6 ടോപ്പിക്കിന് ചിലപ്പോൾ ഞാൻ ഇപ്പോൾ ഡിബേറ്റ് റെഡി ആയിരിക്കും. അതിലേതാണെന്ന് വരുന്ന സമയത്ത് വി പ്രോബബ്ലി വിൽ സ്പെൻഡ് മേ ബി 20 മിനിറ്റ്സ് ഓൺ ഇറ്റ്, അത്രയുള്ള. കാരണം വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞിട്ടല്ലേ ഇതൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് പല സമയങ്ങളിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് പിന്നെ മാർക്കറ്റിംഗ് ഫംഗ്ഷനിലാണ്. IT ആണ്, IT-യുടെ മാർക്കറ്റിംഗ് ഫംഗ്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത്രയൊക്കെ രാഷ്ട്രീയം ഇങ്ങനെ സംസാരിക്കുന്നു, നിരന്തരം രാഷ്ട്രീയം സംസാരിക്കുന്നു, ഒരിക്കൽ പോലും ആഗ്രഹിക്കുന്നില്ലേ അങ്ങനെ ഒരു രാഷ്ട്രീയത്തിലേക്കൊരു കാൽവയ്പൊന്നും ആലോചിക്കുന്നേ ഇല്ല എന്നാണോ? അല്ല, രാഷ്ട്രീയത്തിലേക്ക് കാൽവയ്പ് മോശം ആണെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. ക്വാളിറ്റിയുള്ള ആൾക്കാർ വരണമെന്നും പുതിയ തോട്ട്സ് ബ്രേവായിട്ട് പറയുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, നല്ല പോളിസി ഉണ്ടാക്കാൻ, അതിനൊക്കെ ചെറുപ്പക്കാരും എല്ലാവരും വരണമെന്നുള്ള താല്പര്യം തന്നെ എനിക്കുണ്ട്. പക്ഷേ ഈ സമയത്ത് തന്നെ അത് കൺസിഡർ ചെയ്യാൻ അതിൽ നിന്ന് തടയുന്ന കുറച്ച് പേഴ്സണൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ റൈറ്റ് നൗ എൻ്റെ പ്രയോറിറ്റീസിനകത്തിൽ അതില്ല. നമുക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ ലൈഫിൽ, നമുക്ക് ഇന്ന പ്രയോറിറ്റീസ് ഉണ്ട്, പ്രൊഫഷണലി ഇന്ന പ്രയോറിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിലെ ഒന്നാമതിലേക്ക് ഇത് വന്നിട്ടില്ല. മേ ബി ഫ്യൂച്ചറിൽ വരായിരിക്കും. ഇലക്ടറൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്നെ അങ്ങനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. പാർലമെന്ററി റോളിൽ അതുകൊണ്ട് വരില്ല എന്നുള്ള അർത്ഥമൊന്നുമില്ല. പക്ഷേ ആസ് ഓഫ് നൗ എന്നെ അത് അങ്ങനെ ഒരു എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. ശ്രീജിത്തിനെ നിരീക്ഷിക്കുമ്പോൾ പല ആളുകൾക്കും പല അഭിപ്രായമാണ്. ചിലർ പറയും വലതുപക്ഷ അനുഭാവിയാണ്, ചിലത് പറയും BJP അനുഭാവിയാണ്. ഈ ശരിക്കും ശ്രീജിത്തിന്റെ രാഷ്ട്രീയം എന്താ? ആൾക്കാർക്ക് ഗുണമുള്ള സാധനമായിരിക്കണം, നാട്ടുകാർക്ക് രാജ്യത്തിന് എല്ലാവർക്കും ഗുണമുള്ളതായിരിക്കണം പോളിസി. ഞാൻ കൂടുതൽ സംസാരിക്കുക പോളിസീസിനെ പറ്റി, സോഷ്യൽ ഇഷ്യൂസിനെ പറ്റി, അതൊക്കെയാണ്. അതല്ലാതെ നമ്മൾ കോർ ഹാർഡായിട്ട് പൊളിറ്റിക്കൽ സാധനങ്ങൾ സംസാരിക്കുന്ന അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ്. മിക്കവാറും നമ്മുടെ നാട്ടിൽ കോൺട്രവേഴ്സി ഉണ്ടാകുന്നത് എല്ലാം പോളിസി ബേസിലാണ്. ഒരു നയം കൊണ്ടുവരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വഖഫിൽ ഒരു പുതിയ ആക്ട് കൊണ്ടുവരുന്നു. അപ്പോൾ തന്നെ അത് കമ്മ്യൂണലി അതിനെ കാണുകയും കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുകയാണ്. CAA വരുന്ന സമയത്ത് അങ്ങനെ വരും. കാർഷിക നിയമം വരുന്ന സമയത്ത് അതിനകത്ത് ഡയറക്റ്റ് ഒരു മതവും ജാതിയും ഇല്ല എങ്കിൽ പോലും ആ ഒരു ആംഗിൾ ആൾക്കാർ കൊണ്ടുവരും. അങ്ങനെ ഏതൊരു സാധനത്തിനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് നമ്മുടെ നാട്ടിലെ ഒരു പോളിസി എന്ന് പറയുന്നത് ഇറ്റ്സ് ഡയറക്ട്ലി റിലേറ്റഡ് ടു പൊളിറ്റിക്സ്. ആ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പാർട്ടി പൊളിറ്റിക്സാണ്. അപ്പോൾ നമ്മളൊരു കാര്യത്തിനെ നോക്കുന്ന സമയത്ത് വാട്ട് ഈസ് ഗുഡ് ഫോർ ദ പീപ്പിൾ, വാട്ട് ഈസ് ഗുഡ് ഫോർ ദ കൺട്രി, ഈ ഒരു കാര്യം നോക്കിയിട്ടാണ് ഒരു അപ്രോച്ച് എടുക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ശരിയാണ്, കുറേ കാര്യങ്ങളിൽ BJP പോളിസീസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ന് കരുതി എല്ലാ കാര്യങ്ങളിലും അങ്ങനെയല്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന UGCയിൽ കുറേ റെഫർമേഷൻസ് വന്നു. ആ റെഫർമേഷൻസിനെ എതിർത്തിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അതിന് തൊട്ട് മുമ്പാണെന്ന് തോന്നുന്നു വൺ ഇന്ത്യ വൺ ഇലക്ഷൻ വന്നിരുന്നു. ഞാൻ അതിനെ എതിർത്തിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലുള്ള എൻ്റെ അഭിപ്രായം ഇതുവരെ മാറിയിട്ടില്ല. എൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. RTA അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്, അതിനെ ഞാൻ ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ RTA യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എന്താണ് ഈ അമെൻമെൻറ്റിൻ്റെ ദോഷം എന്നതിനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെങ്ങനെ ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് വെച്ച് മാത്രം കാണുകയും ഇയാൾ ഇന്ന ബ്രാക്കറ്റിലുള്ളതാണെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നത് ആൾക്കാർ. അതിൻ്റെ കാരണം ഈ ഡിഫറൻസ് വരുന്ന വിഷയങ്ങളില്ലേ, അതിന് ഷെൽഫ് ലൈഫ് അധികമില്ല. ഇപ്പോൾ UGC വിഷയം കേരളത്തിൽ ആരും അത് ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലാണ് ഞാൻ അതിൻ്റെ അഭിപ്രായം പറഞ്ഞതും BJPയുടെ നയത്തിനെ ഒപ്പോസ് ചെയ്യുന്നതും. ചർച്ചകളാവുന്നില്ല. ചർച്ചകൾ എന്ന് പറയുമ്പോൾ ലോങ് ഷെൽഫ് ലൈഫ് കിട്ടുന്ന ചർച്ചകളുണ്ട്. ഇപ്പോൾ CAA അതിലെൻ്റെ ഒരു പൊസിഷനുണ്ട്. ഞാനൊരു 50+ TV ഡിബേറ്റ്സ് ആ ഒരൊറ്റ വിഷയത്തിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ആരെങ്കിലും TV വെച്ച് നോക്കുന്ന സമയത്ത് CAA സപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് അവൻ BJP എന്നേ ആൾക്കാർ കരുതുള്ളൂ, അല്ലേ? കാർഷിക നിയമം ഇതേപോലെ പ്രൊലോങ്ഡ് ചർച്ചകൾ ഉണ്ടായിരുന്നതാണ്. അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വരുമ്പോൾ അന്നേരം നമ്മൾ എടുക്കുന്ന പൊസിഷൻ ആരോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഇൻഫാക്ട് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം പറയാം. എൻ്റെ നല്ല സുഹൃത്താണ് BJPയിലുള്ള ശങ്കുട്ടി ദാസ്. അപ്പോൾ ഒരു ചർച്ച വരികയാണ്, വൺ ഇന്ത്യ വൺ ഇലക്ഷൻ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ശംഖു ഉണ്ട് പാനലിൽ, ഞാനുണ്ട്, ജോൺ ബ്രിട്ടാസ് ഉണ്ട്. ഇതിൽ ഞാനും ബ്രിട്ടാസും ഒരു പക്ഷമാണ്, ശംഖു അപ്പുറത്തെ സൈഡാണ്. പേഴ്സണലി എൻ്റെ അടുത്ത ഫ്രണ്ടാണ്. അപ്പോൾ ശംഖുവിനെ ഞാൻ ഒപ്പോസ് ചെയ്യുകയാണ്. അപ്പോൾ ബ്രിട്ടാസും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേട്ടോ, ശ്രീജിത്ത് നിങ്ങളെ പല പോളിസികളും സപ്പോർട്ട് ചെയ്യുന്ന ശ്രീജിത്ത് വരെ നിങ്ങളെ എതിർത്തിട്ട് സംസാരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ സൗഹൃദമോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടി ലൈനോ ഒന്നുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ പോളിറ്റിക്ക് കുറേ ചേഞ്ച് ഉണ്ടാവും.
ആ ചേഞ്ച് ഒരു കൺഡ്യൂസീവ് ആയിട്ടുള്ള ഒരു സാധനമല്ല, ആൾക്കാർക്ക് ഡിസൈറബിൾ അല്ല എന്നൊരു തോന്നലുള്ളത് കൊണ്ട് നമ്മൾ ആ പൊസിഷൻ എടുക്കും. നമ്മളൊരു പാർട്ടിയിലൊന്നും അല്ല, അതുകൊണ്ട് പാർട്ടിയുടെ നയത്തിനെ ഒന്നും തന്നെ പിന്തുണയ്ക്കുക എന്ന രീതിയിലുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ ഓരോ വിഷയത്തിനും നമ്മളൊരു അഭിപ്രായം എടുക്കുന്ന സമയത്ത് ദിസ് ഈസ് റൈറ്റ് എന്ന രീതിയിലുള്ള ചിന്തയാണ് അത്. അപ്പോൾ കാർഷിക നിയമത്തിനെ ഞാൻ സപ്പോർട്ട് ചെയ്തു, ചോദിച്ചുകൊണ്ട് പറയാം. കാർഷിക നിയമത്തിനെ ഞാൻ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അന്ന് വന്നിരുന്ന ആ മേജർ 3 ഫാം ലോസ് അവസാനം പൊളിറ്റിക്കൽ റീസൺസ് കാരണം BJP അതിനെ ഫ്രീസറിൽ വെക്കാൻ തീരുമാനിക്കുന്നു. വലിയ വിഷയമാകുന്നു, വലിയ പ്രൊലോങ്ഡ് ഫൈറ്റ് ഉണ്ടാകുന്നു. അവസാനം പഞ്ചാബ് ഇലക്ഷൻ വരുന്നു. അപ്പോൾ ഇത് പ്രശ്നമാകും എന്ന് തോന്നുന്ന സമയത്ത് ശിരോമണി അകാലിദളൊക്കെ മാറിപ്പോകുന്ന സമയം, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് BJP ഓക്കെ വിൽ പുട്ട് ഇറ്റ് ഓൺ ഐസ് ഇത് തീരുമാനിക്കുന്നു. ഇത് തീരുമാനിക്കുന്ന സമയത്തും വേണമെങ്കിൽ ഞാൻ അവരുടെ ലൈനിൽ അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതിനെ വേണമെങ്കിൽ എന്ത് പറഞ്ഞു വേണമെങ്കിലും ന്യായീകരിക്കാം. ഓക്കെ, ഇങ്ങനെ വലിയ പ്രക്ഷോഭം ആയതുകൊണ്ട് കേന്ദ്ര സർക്കാർ മാനുഷികമായി തീരുമാനിച്ചു എന്നൊക്കെ പറയാം. പക്ഷേ ഐ ഡിഡ്ന്റ് ഡു ദാറ്റ്. ഞാൻ പറഞ്ഞത് ഇതുവരെ ചെയ്തിരിക്കുന്നത് തെറ്റാണ്. കാരണം ഇത് രാജ്യത്തെ ഫാർമേഴ്സിന് ഗുണമുണ്ടാകുന്നതായിരുന്നു. വൺസ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഗുണമായിരുന്നു. നമ്മൾ അതർവൈസ് പറയുന്നത് എന്താണ്? ഫാമർ സൂയിസൈഡിനെ പറ്റി പറയുന്നു, ഫാമിൻ്റെ അഗ്രികൾച്ചറൽ ഏരിയയിൽ മൊത്തത്തിലുള്ള പ്രശ്നങ്ങളെ പറ്റി പറയുന്നു. നിലവിലുള്ള ലോസ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ലോ ചേഞ്ച് ചെയ്യും, എന്നിട്ട് മറ്റേത് നോക്കൂ, അതിൻ്റെ റിസൾട്ട് നോക്കൂ. ഇത് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ പ്രൈം മിനിസ്റ്റർക്ക് അതിനുള്ള കൺവിക്ഷൻ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു തീരുമാനം കൺവിക്ഷൻ ഇല്ലാത്തത് എടുക്കുകയും പ്രൊലോങ്ഡായിട്ട് അതിൽ ശഠിച്ച് നിൽക്കുകയും അവസാനം ഫാർമേഴ്സിൻ്റെ ഡെത്ത് ടോൾ കറക്റ്റ് കണക്കുകളൊക്കെ വന്നു. എന്നിട്ട് അവസാനം പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ട് അതിനെ തൽക്കാലം മരവിപ്പിക്കാം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന കൺവിക്ഷൻ ഇല്ലാത്ത ഒരു പ്രൈം മിനിസ്റ്റർ ഈസ് നോട്ട് ഫിറ്റ് ടു കണ്ടിന്യൂ ആസ് എ പ്രൈം മിനിസ്റ്റർ എന്ന് TV ചർച്ചയിൽ പറഞ്ഞയാളാണ്. സോ ഹി ഷുഡ് റിസൈൻ എന്ന് ഞാൻ പറഞ്ഞ ആളാണ്. അത് പറയുന്നത് ശ്രീജിത്ത് പല സമയങ്ങളിൽ എതിർത്തിട്ടുണ്ട്. ഞാനും അതിനെ എതിർക്കുന്നില്ല. പക്ഷെ ഒരു വിഭാഗം ആളുകൾ, ഇപ്പം ഷംസീർ ആയാലും CPM-ന്റെ ഒരു വേർഷൻ ആയാലും ഒക്കെ എപ്പോഴും ശ്രീജിത്തിനെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ എന്തിനാണ് മടിക്കുന്നത്, ഞാൻ BJP ആണ് എന്ന് പറയുന്നതിൽ എന്തിനാണ് മടി കാണിക്കുന്നത് എന്നാണ് അവരുടെ ഒരു നിരന്തരമായ ചോദ്യം. അല്ലെ ശ്രീജിത്ത്? അത് പലതവണ ഫേസ് ചെയ്തിട്ടുണ്ടാവും. സ്ഥിരം കേൾക്കുന്ന അത് പറഞ്ഞിട്ട് അവസാനം ഇവരിത് പറഞ്ഞ് ഇവർക്ക് ലാസ്റ്റിൽ മറുപടി ഒന്നും ഇല്ല, ഒന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലായി. ഇപ്പം ഞാൻ ഓപ്പണായിട്ട് എനിക്കൊന്ന് മനോരമ ന്യൂസിൻ്റെ മറ്റൊരു ചർച്ചയിലാണ് CPM-ന്റെ പ്രതിനിധി ഇതേ പല്ലവി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു ഓപ്പൺ ചാലഞ്ച് തരികയാണ്. എനിക്ക് ഏതെങ്കിലും സമയത്ത് ഇപ്പം എൻ്റെ പാർട്ടി കളറൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം. എനിക്ക് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പഠിക്കുന്ന കാലത്തോ ക്യാമ്പസ് പൊളിറ്റിക്സിലോ എൻ്റെ ഫാമിലിയിലോ എവിടെയെങ്കിലും ഉണ്ടെന്ന് നിങ്ങളൊന്ന് പ്രൂവ് ചെയ്താൽ, നിങ്ങളുടെ അലഗേഷൻ അതാണല്ലോ, അത് പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ സ്റ്റോപ്പ് കമ്മിങ്. ഇനി ഞാൻ വരില്ല, ചർച്ചകളിൽ വരില്ല എന്ന് പറഞ്ഞു. ഓപ്പൺ ചാലഞ്ചാണ് എന്ന് പറഞ്ഞു. വൈ കാൻറ്റ് ദേ ടേക്ക് ഇറ്റ് അപ്പ്? പക്ഷെ പഠിക്കുന്ന കാലത്തും ഒരു തവണ മത്സരിച്ചു, സംഭൂജനായി. അത് സ്വതന്ത്രനായിട്ട് എൻ്റെ വോട്ട് പോലും ഞാൻ വല്ലവർക്കും കൊടുത്തതാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്യാമ്പസ് പൊളിറ്റിക്സിൽ വലിയ രസമുള്ള സംഭവം മീറ്റ് ദ കാൻഡിഡേറ്റ് എന്ന് പറയുന്ന പരിപാടിയാണ്. മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കാതൊക്കെ മീറ്റ് ദ കാൻഡിഡേറ്റ് അന്നത്തെ ഏറ്റവും വലിയ രസമുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാലറ്റ് പേപ്പറിൽ നമ്മുടെ പേരൊന്ന് കാണണം. ഓക്കെ, എൻ്റെ പേരൊന്ന് പ്രിന്റ് ചെയ്ത് കാണണം. അപ്പൊ അതിന് നോമിനേഷൻ അത് മാത്രമല്ല ആഗ്രഹം, അതൊരാഗ്രഹം. എന്നിട്ട് അപ്പോൾ എന്ത് ചെയ്യും? പാർട്ടിയൊന്നുമില്ല, ഒരു പാർട്ടിയില്ല. എന്നിട്ട് അതിന് നോമിനേഷൻ കൊടുത്തു. നോമിനേഷൻ കൊടുത്തിട്ട് സെക്കൻഡ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ തലേ ദിവസം മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയുണ്ട്. മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിക്ക് എല്ലാവർക്കും അവിടെ വന്ന് നിന്ന് പ്രസംഗിക്കാം. അപ്പം നിറയെ പെമ്പിള്ളേരുണ്ട്. അപ്പോൾ പെമ്പിള്ളേരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ അവിടെ വന്നിട്ട് പലതും പറയും. അപ്പം ഞാൻ ഓർത്ത് ഞാനും വന്ന് അതേപോലെ ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഈ ഹനുമാൻ സ്തുതിയൊക്കെ ചൊല്ലുന്നതും. എന്നിട്ട് എൻ്റെ പ്രസംഗത്തിൽ ആകർഷിക്കാൻ പറ്റുമോ? ചുമ്മാ തമാശ എന്ന് വെച്ചാൽ അവിടെ വന്ന് പല കസർത്ത് കാണിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഒരു സെറ്റ് ഓഫ് ആൾക്കാർ, ഈ മെയിൻ പാർട്ടികളില്ലേ അതിൻ്റെ ആൾക്കാർ മാത്രമേ വന്നിട്ട് അവിടെ ക്യാമ്പസ് പൊളിറ്റിക്സ് സംസാരിക്കും. ബാക്കി എന്നെപ്പോലെ പേര് കൊടുക്കുന്ന പലരും ഉണ്ട്. അതിപ്പോൾ ചെയർമാൻ സ്ഥാനത്തേക്കാണ് ഞാൻ മത്സരിക്കുന്നത്. ചെയർമാൻ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഈ 3 മെയിൻ പാർട്ടിയുടെ ആൾക്കാർ മാത്രമല്ല, വേറെ ഒരു 10-15 പേര് വേറെ എക്സ്ട്രാ ഉണ്ട്. ഈ എക്സ്ട്രാ കൊടുക്കുന്ന എല്ലാവന്മാരും ഇതിനാണ് വരുന്നത് മീറ്റ് ദ കാൻഡിഡേറ്റിന് എന്തെങ്കിലും പറയാം. അപ്പോൾ അവരെല്ലാവരും ഏറ്റവും ഫണ്ണി ആയിട്ട് എങ്ങനെ സംസാരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് എന്താ നമ്മൾ പറയാൻ പോകുന്ന ആൾക്കാർക്ക് അറിയില്ലല്ലോ. ആൾക്കാർ വളരെ ക്യൂരിയസ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വന്ന് മനോജവം എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടുന്നത്. അപ്പോൾ ഇത് ചിരിയാണ്, അതിനകത്തിൽ വേറെ ഇംപ്രഷൻ അല്ലല്ലോ, ചിരിയാണ്. എന്നിട്ട് ആ പ്രസംഗത്തിൽ പോലും പറയുന്നത് എന്താ, ദയവ് ചെയ്ത് നിങ്ങൾ ആരും എനിക്ക് വോട്ട് ചെയ്യരുത്. കാരണം ഈ ദേഹത്ത് കൈയും കാലും ഒക്കെ ഉണ്ടായിട്ട് തന്നെ അത് വൃത്തികേടാണ്. അപ്പോൾ ഇതില്ലെങ്കിലും എങ്ങാനും ഒരു വോട്ടെങ്ങാനും എനിക്ക് കിട്ടി, അതിൻ്റെ പേരിൽ ഇവിടെ ആരെങ്കിലും തോറ്റു കഴിഞ്ഞാൽ ഇവന്മാർ വീട്ടിൽ കയറി എന്നെ തല്ലും.
നീ എന്തിനാടാ നിന്നതെന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ട് അബദ്ധത്തിൽ പോലും എൻ്റെ പേരിൻ്റെ അടുത്തേക്ക് നിങ്ങൾ വോട്ട് ചെയ്യാൻ വരരുത്, ഞാനും അങ്ങനെ എനിക്ക് വോട്ട് ചെയ്യത്തില്ല എന്ന് ഗ്യാരണ്ടി ചെയ്തിട്ടാണ് പോയി. പിറ്റേ ദിവസം ഞാൻ പോയിട്ട് വേറെ ആൾക്കാർ വോട്ട് ചെയ്ത്, റിസൾട്ട് അതുകൊണ്ടാണ് 0. അതൊരു ക്യാമ്പസ് പൊളിറ്റിക്സ് ഒന്നുമല്ല, അതൊരു രസം. പല രീതിയിൽ BJPയുടെ അനുഭവമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. ഈ ഇന്ത്യൻ ഭരണഘടനയെ എങ്ങനെയാണ് കാണുന്നത് ശ്രീജിത്ത്? ഇന്ത്യൻ ഭരണഘടനയാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം. ആ ഭരണഘടന ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ രാജ്യമായിട്ട് പോകുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ, ലോ മേക്കിംഗ് എങ്ങനെയാണ്, പാർലമെൻറ്റ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്തത്, നമ്മുടെ കോർട്സ് അതിൻ്റെ പേരിൽ ബേസിക് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ പേരിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ ശ്രമിക്കുന്നു. അപ്പം നമ്മുടെ നാട്ടിൽ ഇതേപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതർവൈസ് പല ടൈപ്പ് ഓഫ്, അതായത് ഇത്രയും വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യം, ഇത്രയും കൂടുതൽ ലാംഗ്വേജസ് ഉള്ള, ഇത്രയും വലിയ ഡിവിഷൻസ്, ഞാൻ നെഗറ്റീവ് മീനിങ്ങിലല്ല, ഡിവിഷൻസ് ഉള്ള, ഇത്രയും കമ്മ്യൂണിറ്റീസ് ഉള്ള, ഇത്രയും റിലിജിയനും കാസ്റ്റും ഒക്കെ ഉള്ള ഒരു സംവിധാനത്തിൽ ഒരാളിൻ്റെയും മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു സംവിധാനമാണ്. ഇത്രയും വാസ്റ്റായിട്ടുള്ള ഒരു രാജ്യത്തിന് അത് കൊണ്ടുപോകാൻ അത്ര എളുപ്പമല്ല. ഇപ്പം നമുക്കറിയാം നെയ്ബർഹുഡിൽ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ശ്രീലങ്കയിലോ ഒക്കെ തന്നെ എന്താ നടക്കുന്നതെന്ന് നമുക്കറിയാം, ചെറിയ രാജ്യങ്ങളിൽ എന്താ നടക്കുന്നതെന്നറിയാം. ഇത്രയും വലിയൊരു രാജ്യത്ത് എനിക്ക് എൻ്റെ ഒരു മനുഷ്യാവകാശം ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, അവിടെ ഒരു റിട്ട് കൊടുക്കാനുള്ള ഒരു റൈറ്റ് അവിടെ ഉണ്ട് എങ്കിൽ, അത് കോർട്ട് ഓണർ ചെയ്യുമെങ്കിൽ ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പരമം, ദാറ്റ് ഈസ് പ്രൈം, അൾട്ടിമേറ്റ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്ന് കരുതി അത് തിരുത്തപ്പെടാൻ കഴിയാത്ത ഗ്രന്ഥം മോണോലിത്ത് അങ്ങനെയല്ലല്ലോ. 100+ അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മളതിനെ ഇങ്ങനെ കൊണ്ടുപോകും. അതെന്ന് വെച്ചാൽ ഒരു കണ്ടിന്യൂസ് ഇവോൾവിങ് പുസ്തകമാണ്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം തരിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മുടെ അന്നത്തെ ഫ്രീഡം ഫൈറ്റേഴ്സ് എല്ലാവരും കൂടി ചെയ്തു. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതും ആ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ട്രൂലി മനുഷ്യാവകാശമായിട്ട് മാറുന്നതിനും ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ആ ഭരണഘടനയാണ്. സോഷ്യലിസം, ജനാധിപത്യം, മതേതരത്വം എന്നതിലൊക്കെ ആ ഒരു വിശ്വാസം കീപ്പ് ചെയ്തിട്ടാണ്. 100%. ഞാനിപ്പോൾ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുമുണ്ട്. അതായത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റുകളിലൊന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഹൈക്കോർട്ടിലുണ്ടായിരുന്ന ഒരു ജഡ്ജ് റിട്ടയർഡ് ആയതാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ ചർച്ചകൾ സ്ഥിരം കാണും. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഗവൺമെൻറ് ഈ ആദ്യത്തെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ അതേപടി അതിൻ്റെ കോപ്പി ഇറക്കിയിരുന്നു, ലിമിറ്റഡ് നമ്പർ ഓഫ് കോപ്പീസ്, വലിയ ഹ്യൂജ് ബുക്ക്. അപ്പോൾ അതിൽ എല്ലാവരും സൈൻ ചെയ്തിരിക്കുന്നതും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാക്ട് റെപ്ലിക്ക വളരെ ലിമിറ്റഡ് കോപ്പീസ് ഇറക്കി ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു. ഹി ഓൾസോ ഗോട്ട് വൺ. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കിത് ആർക്കെങ്കിലും ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, ഐ ചോസ് യു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എനിക്കത് ഗിഫ്റ്റ്. ഞാനത് ചോദിക്കാൻ കാരണം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ കാര്യമാണ് ഇന്ത്യൻ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്, അതിൻ്റെ മാറ്റങ്ങൾ ഒക്കെ നമ്മൾ വളരെ കൃത്യമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യം. ശ്രീജിത്താണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ലോ വിഷയങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്നു. അപ്പം അതിൽ എങ്ങനെ കാണുന്നു എന്നുള്ളൊരു ആകാംക്ഷയാണ്. അതിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ആക്ച്വലി ചിന്തിച്ചിരുന്ന കാര്യങ്ങളെക്കുറിച്ച് പോലുമുള്ള ഡിബേറ്റ്സ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു പുതിയ നിയമം വന്നു, ആ നിയമം കോൺസ്റ്റിറ്റ്യൂഷനിലാണോ അല്ലയോ എന്നുള്ളൊരു ചെക്ക് വരുമല്ലോ. അപ്പോൾ ആ ലീഗൽ സ്ക്രൂട്ടണി വരുന്ന സമയത്ത് പോലും നമ്മുടെ കോർട്സ്, സുപ്രീം കോർട്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് എങ്ങോട്ടാണ് പോകുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഡിബേറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഡിബേറ്റിൽ എങ്ങനെയാണ് നമ്മുടെ ഭാവി ഭാരതം നിൽക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എത്രയോ ഗംഭീരമായിട്ടുള്ള ഡിബേറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഡെലിബറേഷൻ എന്ന് പറയുന്നത്, ഡിബേറ്റ് എന്നല്ല, ഡെലിബറേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും കാര്യങ്ങൾ വരിക. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സുപ്രീം കോർട്ട്, പിന്നെ നമ്മുടെ ശബരിമല വിഷയം, അത് വീണ്ടും ചർച്ച ചെയ്യുന്ന സമയത്ത് കോടതിയുടെ വിശാല ബെഞ്ച് പരിഗണിക്കുന്ന ഒരു വിഷയം എന്താ? കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ്? നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന മൊറാലിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആണോ? അതങ്ങനെയാണെങ്കിൽ വിശ്വാസ പ്രശ്നങ്ങളിൽ എങ്ങനെ ബാധിക്കും എന്നതുമായി ബന്ധപ്പെട്ട് ദേ ആർ ഗോയിങ് ടു ഫോം ആൻ ഒപ്പീനിയൻ. എന്ന് വെച്ചാൽ നമുക്ക് ഈ കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് ആ ഒരു ആംഗിളിലേക്ക് നമ്മൾ ചിന്തിച്ചിരുന്നില്ല. എന്ന് വെച്ചാൽ അന്നുണ്ടായിരുന്ന ആ കോൺസെപ്റ്റിനെ ഇന്നത്തെ കാലത്തേക്ക് അഡാപ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ അഡീഷണൽ തോട്ട് അതിൽ കൊണ്ടുവരാം. അപ്പോൾ ഡെഫിനറ്റ്ലി ആ സമയത്ത് പണ്ടുണ്ടായിരുന്ന ഡിസ്കഷൻസിലേക്ക് വരെ പോകും. നമ്മൾ അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ്. അത്ര പവർഫുൾ ആയിട്ടുള്ള ബുക്സ് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.